ഹലോ ഡിയേഴ്സ്. ഇന്ന് ഇംഗ്ലീഷിൽ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു വേർബാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ടു ബി. വേർബ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് വൈൽ വി ആർ കൺസ്ട്രക്റ്റിംഗ് സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് തന്നെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നതോ കൺഫ്യൂഷനൊക്കെ വരുന്ന ഒരു വേർബാണ് ടു ബി എന്നുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ടോപ്പിക് ടു ബി. ബി എന്ന് പറയുന്ന ഫോംസ് ഡിഫറെൻ്റ് ആണ്. അതായത് വേർബ് കൺസിഡർ ചെയ്യുമ്പോൾ ദർ ആർ 5 ഡിഫറെൻറ്റ് ഫോംസ്. ഒരു വേർബിന് 5 ഡിഫറെൻറ്റ് ഫോംസ് ആണുള്ളത്. അതേപോലെ തന്നെ ബിക്കും സെയിം ആണ്. ഇതിൽ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് നമ്മൾ ബി ഫോമിനെ കൺസിഡർ ചെയ്യുമ്പോൾ പ്രസൻറ്റിൽ വരുന്നത് ഈസ്, ആം ആൻഡ് ആർ. ഇവിടെ ബിയുടെ അർത്ഥം വരുന്നത് ആണ് എന്നാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഐ ആം അറ്റ് ഹോം. ഞാൻ വീട്ടിലാണ്. അവള് അവിടെ റൂമിലുണ്ട്. ഷീ ഈസ് ഇൻ റൂം. അവള് റൂമിലുണ്ട് അല്ലെങ്കിൽ അവൾ റൂമിലാണ്. ഇനി അതിൻ്റെ തന്നെ നമ്മളൊരു പ്ലൂറൽ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ദേ ആർ ഓൺ ദ റോഡ്. അവർ റോട്ടിലാണ്. ഇങ്ങനെ ആണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഈ പറയുന്ന ഈസ്, ആം, ആർ യൂസ് ചെയ്യാം. അതിൻ്റെ പ്രസൻറ്റ് ഫോമാണ്. ബിയുടെ പ്രസൻറ്റ് ഫോമാണ് ഈസ്, ആം, ആർ. പിന്നെ ഈ ഈസ്, ആം, ആർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ കൺവേ ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് നമ്മളുടെ ഒരു അവസ്ഥയാണ്, കണ്ടീഷൻ. നമ്മൾക്ക് നമ്മളുടെ സിറ്റുവേഷൻസ് കൺവേ ചെയ്യാനായിട്ട് ഈസ്, ആം, ആർ യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ആയിട്ട് വരുന്നത് നമ്മളുടെ റിലേഷൻഷിപ്സ് പറയാം. നമ്മളുടെ ആരാണ്, ഒരാളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹൂ ഈസ് ഹി എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന ഈസ്, ആം, ആർ യൂസ് ചെയ്ത് പറയാം. ദെൻ തേർഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മളുടെ ഒരു പ്രൊഫഷനാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്ത് റോളാണോ ആ റോള് പറയാനായിട്ട് നമുക്ക് ഈ പറയുന്ന ഈസ്, ആം, ആർ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ലേറ്റ് ആണ്, അതല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്താണ്, ഇങ്ങനെയുള്ള ആണ് വെച്ചിട്ട് നമ്മൾ പറയുന്ന മലയാളം സെൻറ്റൻസസ് എല്ലാം കൺവേ ചെയ്യാനായിട്ട് ഈസ്, ആം, ആർ യൂസ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ലുക്ക് ഓൺ ടു സം എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ, ആം വെച്ചിട്ട് പ്രൊഫഷൻ എങ്ങനെയാണ് പറയുക? ഈസ്, ആം, ആർ വെച്ചിട്ട് പ്രൊഫഷൻ എങ്ങനെ പറയും? ഐ ആം എ ടീച്ചർ. അവിടെ ഞാനൊരു ടീച്ചറാണ്. ഷീ ഈസ് എ നേഴ്സ്. അവളൊരു നേഴ്സാണ്. ദേ ആർ എൻജിനീയേഴ്സ്. അവർ എൻജിനീയേഴ്സാണ്. ഓക്കെ, ഇത് പ്രൊഫഷൻ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞത് അവസ്ഥ പറയാൻ പറ്റും, സ്റ്റേറ്റ് പറയാൻ പറ്റും. ഐ എം എക്സോസ്റ്റഡ്. ഐ എം വെരി ടയേർഡ് എന്നുള്ള മീനിങ് ആണ്. ഞാൻ ടയേർഡാണ്. ദേ ആർ ലേറ്റ്. അവർ ലേറ്റ് ആണ്. ദെൻ സിമിലർലി ഷീ വെച്ചിട്ട് വരുമ്പോഴേക്കും ഷീ ഈസ് ഇറിറ്റേറ്റഡ്. അവൾ ഇറിറ്റേറ്റഡ് ആണ്. കമ്മിങ് ടു ആർ, ആർ വെച്ചിട്ടും ഇതൊക്കെ തന്നെ പറയാം. ദേ ആർ മൈ സിസ്റ്റേഴ്സ്. അവരെൻ്റെ സിസ്റ്റേഴ്സ് ആണ്. ഷീ ഈസ് മൈ ഫ്രണ്ട്. അവൾ എൻ്റെ ഫ്രണ്ടാണ്. ഐ എം ഹിസ് വൈഫ്. ഞാൻ അവൻ്റെ വൈഫാണ്. ഇങ്ങനെ നമുക്ക് റിലേഷൻഷിപ്പ് പറയാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന ഈസ്, ആം, ആർ യൂസ് ചെയ്യാൻ പറ്റും. താങ്ക് യു.